ഇനിയിപ്പോൾ ഇതേ വേനൽ മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ്, വേനൽ മഴ പെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിത്തിനുള്ള സാധനങ്ങൾ ഇപ്പോഴേ എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നിന്ന് അത് ചീത്തയായിപ്പോൾ. അതുകൊണ്ട് തന്നെ ഇതേ സാമ്പാർ മുളകിൻ്റെ ഉള്ളിൽ നന്നായിട്ട് നല്ല റെഡ് കളറിലേക്ക് സാമ്പാർ മുളകിൻ്റെ വിത്തുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് എടുക്കാൻ പോവുകയാണേ. ഇതുപോലെ നല്ല ഭംഗിയുള്ള കളറിൽ വന്നിട്ടുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ബാക്കിയും കൂടെ എടുക്കട്ടെ. ഇതും ദേ വിത്തായി നിൽക്കുവാണ്. ഇത് നമ്മുടെ ബജി മുളകാണ് കേട്ടോ, അപ്പോൾ അതും കൂടി എടുക്കട്ടെ. ഇതിപ്പോൾ ഇത്രയും നീളം ഉള്ളൂ, അത് ഒത്തിരി നീളം വയ്ക്കാത്തതിന് കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ വലുതായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമല്ല കേട്ടോ. വെയിൽ കിട്ടുന്നുണ്ട്, അവിടെ നമ്മൾ ചീരയും പയറും പാവലും ഒക്കെ നട്ടിരിക്കുന്നത് കാരണം കുറച്ച് ചെറുതായി പോയതാണ്. അപ്പോൾ ഇനി ഇത് ഉണക്കിയിട്ട് നമ്മൾ സൂക്ഷിക്കാനായിട്ട് പോവുകയാണ്. മഴക്കാലത്ത് വേണമെങ്കിൽ മുളക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ കൃഷി ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിത്ത് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. ഇത്രയൊക്കെ നമ്മൾ വിത്തിന് വേണ്ടി വെക്കും. അത് നമ്മുടെ ആവശ്യത്തിന് പിന്നെ അടുത്ത് ചേച്ചിക്കൊക്കെ കൊടുക്കണമെങ്കിൽ അവിടെയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ആ ചേച്ചിക്കും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.